ഹായ് ഹലോ ഗ്രീൻ ടു വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഫിഷ് ട്രാപ്പ് ആയിട്ട് വന്നേക്കണമെന്ന് നമ്മുടെ ബണ്ട് മിക്കാൻ വന്നേക്കണത് കോന്തിലമ്പാടം ബണ്ട് മിക്കാൻ വന്നേക്കണം. അപ്പോൾ ഇന്ന് വലിയ മീനെ പിടിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഈ ഇവിടെ ഇങ്ങനെ ടാപ്പില്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അത് കാണിച്ചു തരാം. അപ്പോൾ മുന്നത്തെ വീഡിയോ നമ്മൾ ചെറിയ മീൻ പിടിക്കുകയാണെങ്കിൽ ഇന്ന് വലിയ മീൻ പിടിക്കണം കേട്ടോ. ഒരുപാട് മീൻ ഞാൻ പിടിച്ച് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ അതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുപ്പി ട്രാപ്പ് ഉണ്ടല്ലോ, വലിയ കുപ്പിയാണ് നമ്മൾ എടുത്തത്. അതിനും വലിയ കുപ്പി ഇടുകയാണെങ്കിൽ ഒരുപാട് മീൻ കിട്ടും കേട്ടോ. ഞാൻ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചോളൂ കേട്ടോ. വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കയറി കാണണമെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അതിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തീറ്റ ഉണ്ടെന്ന് വെച്ചാൽ മൈദയും പല്ലറ്റും കൂടിയിട്ട് കേട്ടോ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് അലിഞ്ഞ് പോവില്ല, ഒരുവിധം ടൈറ്റായിട്ട് തന്നെ നിൽക്കും. പിന്നെ ഒരുപാട് മീൻ കയറിയതിന് ശേഷമായിരിക്കും ഇത് അലിഞ്ഞ് പോവുക. അത്രയും വെള്ളം കയറിയാൽ മാത്രമേ ഇത് അലിയുള്ളൂ, അല്ലാണ്ട് അലിയില്ല. പിന്നെ മിക്സ് ചെയ്യണത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അത് നിങ്ങൾ കമൻറ്റ് അടിച്ചാൽ മതി. മിക്സ് ചെയ്യണത് തീറ്റ മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാനായിരിക്കും. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നമ്മൾ പിടിച്ച മീനുകളാട്ടോ ഇതൊക്കെ, വലിയ മീനുകളാണ് പിടിച്ചേക്കുന്നത്. ഒരു വിരലിൻ്റെ അത്ര ഉണ്ടാവും കേട്ടോ. വിരലിൻ്റെ ഇത്രയും പോകുന്നൊരു മീനാണ് പിടിക്കുന്നത്. അത്രയും പോകുന്ന ഓരോ മീനുകളും ഇത്ര ഉണ്ടാവും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മീനെ പിടിച്ചിട്ട് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. അതുപോലെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ കുപ്പി ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മുന്നത്തെ തീറ്റ തന്നെ ആയിട്ട് ഇതിൽ ഇട്ടേക്കണത്. ഇനി നമ്മൾ ഇവിടെ അലക്കണ ഒരു പടവുണ്ട്, ഇവിടെ ചൂണ്ടണോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ ചൂണ്ടണത് കേട്ടോ. ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ചൂണ്ടണോണ്ട് കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ചൂണ്ടാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഇല്ലേ കരുവന്നൂർ ഭാഗത്തൊന്നും ചൂണ്ടാൻ പറ്റില്ല. ഇവിടെയൊക്കെ നമ്മുടെ ഭാഗം ചെറിയൊരു ഭാഗമായതുകൊണ്ട് കുഴപ്പമില്ല. അറിയുന്ന ആൾക്കാരാണെങ്കിൽ വിഷയമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും, ചിലർ മാത്രമേ പ്രശ്നമായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ചൂണ്ടിട്ടിട്ടുണ്ട്. ചൂണ്ടിട്ടിട്ട് കുറച്ച് പരലിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ചൂണ്ട ഇവിടെ ഇരിക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഫിഷ് ട്രാപ്പ് ഇതിൽ മുന്നിട്ട തീറ്റയാണ് കേട്ടോ, വേറെ തീറ്റ ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഈ പടിയിലൊന്നും ചെറിയ മീനുകളായിരിക്കും ഉണ്ടാവുക. പക്ഷെ അങ്ങോട്ട് നീക്കിയിട്ടാണെങ്കിൽ ഒരുപാട് വലിയ മീനെ കിട്ടും. അപ്പം ഞാൻ അതങ്ങോട്ട് തള്ളിയിടാം കേട്ടോ. അങ്ങോട്ട് തള്ളിയിട്ടിട്ടുണ്ട്. ഇപ്പം ശരിക്കും കാണാൻ പറ്റില്ല, ഇത് ഫിഷ് ട്രാപ്പ് അവിടെ കിടക്കണമെന്നൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഒരു പടിയുണ്ട് കേട്ടോ. ഇവിടെ 1, 2, 3ാമത്തെ പടിയിലാണ് ഞാനിപ്പോൾ ഇട്ടേക്കണത്. 3ാമത്തെ പടി ഇത്തിരി നീളത്തിൽ കിടക്കണം കേട്ടോ. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഇട്ടേക്കണത്. 3ാമത്തെ പടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുവിധം മീൻ കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കണ്ടങ്ങളൊക്കെ, അതായത് നെൽകൃഷി നടത്തുന്ന കണ്ടങ്ങളൊക്കെ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണമാണ് ഈ വെള്ളം കലങ്ങിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരുവിധം പച്ച കളറായി തന്നെ ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഫിഷ് ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുപ്പി ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ വലിയ മീൻ, അതായത് ഇതിൽ കയറാൻ പറ്റുന്ന വലിയ മീൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുപ്പി വലിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് കാരണം തന്നെ കുപ്പി അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. ഇതേപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി മീൻ ഇതിൽ കയറാണെങ്കിൽ ഞാൻ കാണിച്ചു തരട്ടെ. പിന്നെ അതുപോലെ ചണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, ഒരുവിധം ചണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടോ. ഫസ്റ്റത്തെ പ്രാവശ്യം വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല, ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അധികം മീൻ കിട്ടിയില്ല, ഇന്നലെ അത്യാവശ്യം മീൻ കിട്ടിയത്. അപ്പോൾ ഇനി മീൻ കിട്ടണ വരെ ഞാൻ വീഡിയോ എടുക്കില്ല. കെട്ടി കഴിഞ്ഞിട്ട് കുപ്പി ഞാൻ പൊന്തിക്കുമ്പോൾ എത്രത്തോളം മീനിടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 10 ഇപ്പം തന്നെ ഒരു 20ഓളം മീനൊക്കെ ആ കുപ്പിയിൽ വെച്ചിട്ട് കിട്ടി. അതേപോലെ തന്നെ ഇതിലും 20ഓളം മീൻ എന്തായാലും കിട്ടാണ്ടിരിക്കില്ല. നമ്മുടെ മയിലുവാകയാണെങ്കിലും പിന്നെ അതുപോലെ ബ്രാലാണെങ്കിലും നല്ല കുശാലായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീട്ടുകൾ പെട്ടെന്ന് ചാവില്ല. വീട്ടുകൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വീട്ടിൽ കൊണ്ടുവരാണെങ്കിൽ പെട്ടെന്ന് ചാവില്ല കേട്ടോ. പിന്നെ കുപ്പി അധികം നേരം വെള്ളത്തിൽ വയ്ക്കാൻ പാടില്ല. കുപ്പി അധികം നേരം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവറ്റുകൾ അതിൽ കിടന്ന് ആ ഫുഡിൻ്റെ സ്മെല്ലടിച്ചിട്ട് പെട്ടെന്ന് ചാവും. അപ്പോൾ ചാവാണ്ടിരിക്കാനായിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ പൊക്കി നോക്കുക. ഒരു 5-6 കയറി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് പിന്നെയും കുപ്പി ഇറക്കി വയ്ക്കാം. ഇപ്പോൾ കലക്കമുള്ള കാരണം കൊണ്ട് തീറ്റ ഇപ്പോൾ കാണാൻ പറ്റില്ല അവർക്ക്. അത് കാരണം തന്നെ ഉറപ്പായിട്ടും ഈ തീറ്റ സ്മെല്ലടിച്ച് എന്തായാലും വന്ന് അതിൻ്റെ ഉള്ളിൽ കുപ്പി കയറും. അതാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ തന്നെ നമുക്ക് കിട്ടിയ മീൻ കേട്ടോ. ഫസ്റ്റ് ട്രാപ്പിൽ വെച്ച മീനുകളുണ്ട്. അതൊക്കെ ഒരു മീൻ ചത്തിട്ടുണ്ട്, അതിന് ഞാൻ ഇപ്പോൾ വിട്ടിടും. ബാക്കിയുള്ള മീനുകളൊക്കെ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഈ ചാവണ മീനൊക്കെ നമ്മൾ കവറിൽ നിർത്തി മാറ്റണം, അല്ലെങ്കിൽ അത് ചാവണം ഉണ്ട് കഴിഞ്ഞാൽ മറ്റതും ചാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചാവണേനെ മാറ്റിയിടുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുപ്പി ഇതിൽ കിടക്കണത്, കവറിൽ കിടക്കണ മീൻ മാറ്റിയിടുന്നത് നല്ലതായിരിക്കും. ഇതിൽ ഇഷ്ടം പോലെ മീൻ കേട്ടോ. ഒരു 10-20ഓളം മീനുണ്ട് ഇതിൽ. ഇനിയിപ്പോൾ ഇവരെ നല്ല മീനുകളൊക്കെ മാറ്റിയിട്ട് വേറെ കവറിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടിയിട്ട് മീൻ പെട്ടെന്ന് ചാവും. അപ്പോൾ അവരെ കൂടെ അത് കഴിഞ്ഞിട്ട് ചാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാക്കി മീനെ ഞാൻ പിടിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട്, ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. വീഡിയോ അധികം നേരം എടുക്കാൻ പറ്റില്ല. കുപ്പി പൊക്കാൻ പോട്ടാ. അയ്യോ
അത് പോയി, അവന് ഭാഗ്യമുണ്ട്. ഇതിലിരിക്കുന്നുണ്ടോ ഒരുപാട് മീൻ ഇഷ്ടമാണ്. ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കണം, അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. അയ്യോ, പിന്നെ നമ്മൾ 1:45 നമ്മൾ ട്രാപ്പ് വെച്ചത്, 2 മണിക്കാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് സമയം കേട്ടോ. വറക്കാനും എന്തൊക്കെയാണോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ട്രാപ്പ് വെക്കുന്നത് ഞാൻ വീഡിയോ ഇടില്ല കേട്ടോ. എല്ലാ മീനും കിട്ടിയതിന് ശേഷം ഞാൻ വീഡിയോ കാണിച്ചു തരാം, മൊത്തത്തിൽ കാണിച്ചു തരാം. ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടേ ഒറ്റയ്ക്ക്. എൻ്റെ അമ്മേ, ചൂണ്ട ഇട്ടിട്ട് കിട്ടിയ മീനാട്ടോ ഇതൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഇനി കുറച്ച് ജീവനുള്ളതുണ്ട്, അത് നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റണം. അവർ നമുക്ക് നമ്മുടെ മയിൽവായ്ക്ക് തിന്നാട്ട് കൊടുക്കാം. ഇത് രോഹുവിൻ്റെ കുട്ടിയാട്ടാ. രോഹു എന്ന് വെച്ചാൽ ചുണ്ട് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും രോഹു. ഇത് രോഹുവിൻ്റെ കുഞ്ഞാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം വലുതാട്ടത്, നിങ്ങളെ നോക്കട്ടോ. വറക്കാനുള്ള അത്രയും പോകുന്ന മീനാണ് ഇത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഫിഷ് ട്രാപ്പ് വെച്ച് പിടിച്ചത്. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചൂണ്ടിയിട്ട് പിടിച്ചാണ് കേട്ടോ. അതെ, നമ്മൾ ചൂണ്ടിയിട്ടിട്ട് ഇത്രയും കിട്ടിയുള്ളൂ കേട്ടോ. അതൊരു 3 പ്രാവശ്യം വെച്ചിട്ട് നമ്മൾ ഇതിലാണ് ഫോക്കസ് ചെയ്തത്. അത് കാരണം നമുക്ക് ഇത്രയും മീനെ കിട്ടിയത്. നമ്മൾ ചൂണ്ടാൻ അധികം നേരം നിന്നില്ല, ഇതിൽ മീൻ കിട്ടുമല്ലോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇതിലിട്ടു. പിന്നെ അതേപോലെ തന്നെ നല്ല വെള്ളം അവിടെ ഉണ്ടായിരുന്നില്ല, കണ്ടങ്ങളൊക്കെ നന്നായിട്ട് നെൽകൃഷി ഇറങ്ങാറുണ്ട്. ഫുള്ളും ചെളി വെള്ളമായിരുന്നു. അപ്പോൾ ചെളി വെള്ളത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് എയറേഷൻ ഉണ്ടായില്ല. അപ്പോൾ അത് കാരണമാണ് ഇതൊക്കെ ചത്തുപോയിട്ട്. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരു ടാങ്ക് ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ വളർത്തായിരുന്നു. പക്ഷേ അതിനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല, ഒക്കെ ചത്തുപോയിട്ട്. അത്രയധികം ചത്തുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി തരാം, 43 മീനുണ്ട് കേട്ടോ. എണ്ണിപ്പോൾ ചത്തുപോയ മീനുകൾ 43 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചൂണ്ടിയിട്ട് കിട്ടിയത് 2, 4, 6, 8 എണ്ണം ഉള്ളു ചൂണ്ടിയിട്ട് കിട്ടിയിട്ട്. 8 ചൂണ്ടിയിട്ട് കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ ചാവാത്തത് നമ്മുടെ വേറൊരു ബക്കയിലിട്ടുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബാക്കി മീൻ കേട്ടോ. നമുക്ക് ഫിഷ് ട്രാപ്പിൽ വെച്ചിട്ട് കിട്ടിയ മീൻ ഇതാണ് കേട്ടോ. ഇതുള്ള ജീവനുള്ളത്, ബാക്കിയൊക്കെ ചത്തുപോയി. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് മീനുണ്ടായേനെ നമ്മുടെ മയിൽവായ്ക്കും ബ്രാലൊക്കെ തിന്നായിട്ട് കൊടുക്കാനായിട്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മീനുകളാട്ടത്. ഇത് പേരേഷൻ ഇട്ട് കണ്ട് ചത്തല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.